ഹലോ എവരി വൺ, ഇറ്റ്സ് മീ സവിത ജാൽസ് ഫ്രം പൂത്തുലൻസ്. ക്യാമ്പ്രിക്കിലുള്ള റണ്ണിങ് ഫാബ്രിക്കിന്റെ കളക്ഷൻ ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. 119 രൂപ പെർ മീറ്ററിൽ 44 ഇഞ്ച് വിട്ടിലാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈൻസ് ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ള കളേഴ്സും ആണ്. ഫ്ലോറൽ പാറ്റേൺ ആണ്. നമുക്ക് ഓരോന്നായിട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെയിം പ്രിന്റ് ആണ് കേട്ടോ. ഇതൊരു ക്യാമ്പ്രിക് കോട്ടൺ ആണ്, അതായത് 60s by 60s ആയിട്ടുള്ള പ്യുവർ കോട്ടൺ ആണ്. സിൽക്കി സ്മൂത്ത് ഫിനിഷിലാണ് ഫാബ്രിക് വരുന്നത്. ഫസ്റ്റ് വൺ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ആ ഒരു എന്താ പറയാ ലൈറ്റ് ഗ്രീൻ കളറിനകത്തേക്ക് ബ്ലൂവും പർപ്പിളും കൂടി ആയിട്ടുള്ള പ്രിന്റ് ആണ് പോകുന്നത്. ഞാൻ അതുകൊണ്ടാണ് ഇത് കളർഫുൾ എന്ന് പറഞ്ഞത്. നല്ല ഭംഗിയുള്ള, നമുക്ക് നേരിട്ട് നോക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നുന്നുണ്ട്. ഫ്ലോറൽ പാറ്റേണും ലീവ്സും ഒക്കെ ആയിട്ടുള്ള പ്രിന്റ് ആണ്. വിത്തൗട്ട് ലൈനിങ് ചെയ്ത് വെയർ ചെയ്യാവുന്നതാണ്. 44 ഇഞ്ചാണ് ഇതിന്റെ വിട്ട് വന്നിരിക്കുന്നത്. സെയിം പ്രിന്റ് തന്നെ വേറൊരു കളറും കൂടെ അവൈലബിൾ ആണ്. ഇത് വന്നിട്ടുള്ളത് ഒരു പീച്ച് കളറിനകത്തേക്ക് ഓറഞ്ചും യെല്ലോയും ഒക്കെ ആയിട്ടുള്ള ഒരു കളറിലേക്കാണ് ഇതിന്റെ പ്രിന്റ് പോകുന്നത്. ഇതായാലും കുറച്ച് ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന കളറാണ് കേട്ടോ. ഉള്ളത് എന്താ പറയാ, നമ്മൾ സാധാരണ കൊണ്ടുവരുമ്പോൾ കുറെയൊക്കെ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള കളേഴ്സ് ഉണ്ടാവാറുണ്ട്. ഇത് കുറച്ചും കൂടി നന്നായിട്ട് കളർ നമുക്ക് തോന്നിക്കുന്ന പോലത്തെ ഒരു കളേഴ്സ് ആണ് ഇപ്പൊ കണ്ട രണ്ടെണ്ണം. ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ 119 ആണ് ഇതിന്റെ പ്രൈസ്. 44 ഇഞ്ചാണ് ഇതിന്റെ വിട്ട് വരുന്നത്. നെക്സ്റ്റ് പ്രിന്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോ കണ്ട പ്രിന്റ് അല്ല, കുറച്ചും കൂടി വ്യത്യാസമായിട്ടുള്ള ഒരു പ്രിന്റ് ആണ്. ഗ്രീനിനകത്ത് ഒരു ഗ്രേ ടോണിലുള്ള പ്രിന്റ് വരുന്നുണ്ട്. ഇത് ഒരു ജാലി പാറ്റേണിലാണ്. കുറച്ച് വലിയ പ്രിന്റ് ആണ്, ഒരുപാട് വലുതല്ല എങ്കിലും ആദ്യം കണ്ട രണ്ടെണ്ണം ഒക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി വലിയ പ്രിന്റ് തന്നെയാണ്. ഇത് ഇങ്ങനെയായിരിക്കും ഇത് വെയർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ഫാബ്രിക്കിന്റെ ഡിസൈൻ വരുന്നത്. 44 ഇഞ്ച് വിട്ടിൽ 119 തന്നെയാണ് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ വേറൊരു പ്രിന്റ് ആണ്. നമ്മൾ ഇന്ന് അധികം തന്നെ കാണുന്നതും ഡിഫറെന്റ് പ്രിന്റുകളും കളറുകളും ഒക്കെയാണ്. ഇതും കുറച്ച് വലിയൊരു പ്രിന്റ് തന്നെയാണ്. പീച്ചിനകത്തേക്ക് ഡാർക്ക് പീച്ച് കളറിലുള്ള പ്രിന്റ് ആണ് ഇതിനകത്ത് പോയിട്ടുള്ളത്. നമ്മൾ പറയുന്ന പോലെ കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ്. ഇത് എങ്ങനെയാണ് ഇതിന്റെ പ്രിന്റ് വളരെ സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ പോകുന്നു. സെൽഫ് ആയിട്ടൊരു പ്രിന്റ് പോലെ തോന്നും. പക്ഷെ അതിനകത്തൊരു ചില സ്ഥലത്ത് ഒരു കളർ കയറിയിട്ടുണ്ട് ഈ പീച്ചിന്റെ. അത് നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. 44 ഇഞ്ച് വിട്ടിൽ 119 തന്നെയാണ് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത്. ലാസ്റ്റ് വൺ നമ്മൾ കാണുന്നത് ഇപ്പൊ ഈ കണ്ട പീച്ചിന്റെ തന്നെ വേറൊരു കളറാണ് കേട്ടോ. ഇതും കുറച്ച് ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന പോലത്തെ ഒരു കളറാണ്. യെല്ലോ ആണ് കേട്ടോ. യെല്ലോനകത്തേക്ക് എന്താ പറയുന്ന ഓറഞ്ചും ഒക്കെ കൂടെ ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനിലാണ് ഇതിന്റെ പ്രിന്റ് വന്നിട്ടുള്ളത്. അപ്പൊ ലാസ്റ്റ് കണ്ട രണ്ടെണ്ണം ആദ്യം കണ്ട രണ്ടെണ്ണം ഒരേ പ്രിന്റിന്റെ രണ്ട് കളേഴ്സ് ആയിരുന്നു. 44 ഇഞ്ച് വിട്ടിൽ 119 റുപ്പീസ് പെർ മീറ്ററിലാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. പ്യുവർ കോട്ടൺ ആയതുകൊണ്ട് ഫസ്റ്റ് വാഷ് ചെയ്യുമ്പോൾ കളർ ഗാർഡ് ഒന്ന് യൂസ് ചെയ്താൽ നന്നായിരിക്കും. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യണേ. അതുപോലെ തന്നെ ഞങ്ങളുടെ കളക്ഷൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പേജ് ഫോളോ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.